പിന്നെ ഒരു സന്തോഷകരമായ റിസൾട്ടുണ്ട്, ഒരു സന്തോഷകരമായ വാർത്തയുണ്ട്. ഇന്ന് ഒരു AIFF എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ വെച്ച് നമ്മുടെ മനോരമ അണ്ണൻ്റെ മുന്നോട്ട് പോകണോ അതോ വീണ്ടും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കോച്ചായിട്ട് തുടരണോ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു തീരുമാനം ഇന്ന് അവരുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവരെടുക്കുന്നതാണെന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മനോലോ മാർക്കസ്, ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഷാജി പ്രഭാകരനൊക്കെ പറഞ്ഞ പോലെ മനോലോ മാർക്കസ് ഒരു ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചും ഒരു ഇന്ത്യൻ ടീമിൻ്റെ കോച്ചുമായിട്ട് 2 ജോലികളാണ് മനോലോ ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും അത്ര വലിയ താല്പര്യമോ കാര്യങ്ങളൊന്നുമില്ല. മനോലോ മാർക്കസ് വന്നിട്ട് അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ട് ഒരു ഇമ്പാക്റ്റും മനോലോ മാർക്കസ് ഉണ്ടാക്കിയില്ല. മനോലോയ്ക്ക് മുമ്പിരുന്ന കോച്ചായിരുന്നാലും ഇതിനും നല്ലൊരു ഇതായിരുന്നു. പക്ഷെങ്കിൽ മനോലോ നല്ലൊരു കോച്ച് തന്നെയാണ്. പക്ഷെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൽ അയാൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇവാൻ വുക്കമനോവിച്ച് പോലും പറയുന്നുണ്ട് മനോലോ ഒരു നല്ലൊരു കോച്ചാണ്, ഇപ്പം നല്ലൊരു കോച്ച് ഇന്ത്യൻ ഫുട്ബോളിനുണ്ട്, ഇപ്പോൾ എൻ്റെ സേവനം അവിടെ ആവശ്യമില്ല എന്നാണ് ഇവാൻ വുക്കമനോവിച്ച് ആ ഒരു മനോരമയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്. അന്നേരം മനോലോ മാർക്കസ് നല്ലൊരു കോച്ച് തന്നെയാണ്. പക്ഷെങ്കിൽ ഇന്ന് അറിയാൻ കഴിയും മനോലയുടെ വിധി എന്താണ്. മനോലോ മുമ്പോട്ട് പോകണോ അതോ മനോലോ പുറത്താകുമോ, പകരം ആര് വരും എന്നൊക്കെയുള്ള എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് ഉത്തരമാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എൻ്റെ അഭിപ്രായം അതാണ്. നല്ലൊരു തീരുമാനം എടുക്കട്ടെ, ഇന്ത്യൻ ഫുട്ബോൾ നല്ല രീതിക്ക് പോട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ.